ഏതായാലും ചവറ്റുകൊട്ടയിലേക്ക് എറിയണമെന്ന് ചിലർ ആഗ്രഹിച്ച കേസ് അത് നീതിദേവത കണ്ണു തുറന്നു, കുട്ടിക്ക് നല്ല നീതി കിട്ടി. ഏതായാലും നമുക്ക് സന്തോഷിക്കാൻ വകയുള്ള ഒരു വിധി തന്നെയായിട്ട് കണക്കാക്കുന്നു. ഇന്ന് വളരെ സന്തോഷകരമായ രീതിയിലുള്ള നല്ലൊരു ജഡ്ജ്മെന്റ് ആണ് ഇന്ന് നമ്മൾ കോടതിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് കൃത്യമായ നല്ല ഒരു പണിഷ്മെന്റ് ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ലൈഫ് ഇംപ്രിസൺമെന്റ് ടിൽ ഡെത്ത് എന്നുള്ളത് തന്നെയാണ് പ്രതിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു പണിഷ്മെന്റ് ആയിട്ട് ഇതിലുള്ളത്. 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപയും അതുപോലെ തന്നെ 20 വർഷം വീതം, അതായത് സെക്ഷൻ 5 പോക്സോ ആക്ട് സെക്ഷൻ L പ്രകാരം 5L പ്രകാരം 20 വർഷം വീതം പണിഷ്മെന്റും 50,000 രൂപ വീതം ഫൈനുമാണ് കോടതി ഇന്ന് വിധിച്ചിട്ടുള്ളത്. വളരെ ആഹ്ലാദകരമായ പണിഷ്മെന്റാണ് കുഞ്ഞിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. ഇതിലെ IPC ഇന്ത്യൻ പീനൽ കോഡ് നിയമപ്രകാരം അദ്ദേഹത്തിന് മരണം വരെ ജീവപര്യന്തം എന്ന രീതിയിൽ ശിക്ഷ കിട്ടിയിരിക്കുകയാണ്. അതായത് 376 AB വകുപ്പ് പ്രകാരം മരണം വരെ ജീവപര്യന്തം, അതുപോലെ തന്നെ 1 ലക്ഷം രൂപ പിഴയടക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിഴയടച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും 1 വർഷം വരെ കൂടുതൽ തടവുണ്ടാവും. അതിന് പുറമെ നമ്മളെ പോക്സോ ആക്ട് പ്രകാരം 2 കേസുകളിൽ 2 വകുപ്പുകളിലായിട്ട് 20 വർഷം വീതം ശിക്ഷയും 50,000 രൂപ പിഴയടക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മൊത്തം 2 ലക്ഷം രൂപയാണ് പിഴയടക്കാൻ കോടതി ഉത്തരവായിട്ടുള്ളത്. അതിനു പുറമെ ജീവപര്യന്തമാണ്. അത് വേറെ ഇളവുകളൊന്നും അതിലില്ല, ജീവപര്യന്തം തന്നെയാണ് പറഞ്ഞത്. അത് ആദ്യം പോക്സോ ആക്ട് പ്രകാരമുള്ള 20 വർഷം വീതം, അത് 2 ഒന്നിച്ചനുഭവിച്ചാൽ മതി. ആ 20 വർഷം കഴിഞ്ഞിട്ട് ശേഷമാണ് ജീവപര്യന്തം വരെ എന്നുള്ള ശിക്ഷ കഴിയുന്നത്. ഏതായാലും മൊത്തം 2 ലക്ഷം രൂപയും ജീവപര്യന്തവുമാണ് നമ്മളെ സംബന്ധിച്ച് ഇതിലിപ്പോൾ ശിക്ഷയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത്. പിന്നെ മറ്റ് 1-2 വകുപ്പുകളിൽ അത് സെപ്പറേറ്റ് ആയിട്ട് പണിഷ്മെന്റ് ഇല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ജീവിത അവസാനം വരെയാണ് അദ്ദേഹത്തിന് ശിക്ഷ കോടതി വിധിച്ചിട്ടുള്ളത്. വളരെ സന്തോഷകരമായ ഒരു വിധിയാണ്. കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട്. കോമ്പൻസേഷൻ DLSA പ്രകാരം അർഹമായ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവിലുണ്ട്. അത് DLSA അതിൻ്റെ ജില്ലാതല കമ്മിറ്റി ചേർന്നിട്ട് ആവശ്യമായ ഫണ്ട് ഈ കുട്ടിക്ക് അനുവദിക്കുന്നതാണ്. ഈ പ്രതിഭാഗ അഭിഭാഷകൻ ആവർത്തിച്ച് പറഞ്ഞത് ഫാബ്രിക്കേറ്റഡ് കേസാണ്, തെളിവുകൾ ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ എന്താണ് ഫാബ്രിക്കേറ്റഡ് കേസ് എന്ന് പറയുമ്പോൾ അത് കോടതിയിലാണ് പറയേണ്ടത്. കോടതിയിൽ പറഞ്ഞിട്ടത് അവരെ ഭാഗം തെളിയിക്കുകയാണ്. അത് മാധ്യമങ്ങളുടെ മുമ്പാകെ പറയുന്നത് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ പറയാമായിരുന്നു, ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ. അതൊക്കെ പരിഗണിച്ചതിന് ശേഷമാണല്ലോ കോടതി യുക്തമായ തീരുമാനം എടുത്തത്. അതുകൊണ്ട് ആ വാദം നിലനിൽക്കത്തക്കതല്ല എന്നാണ് പ്രോസിക്യൂഷന്റെ കാഴ്ചപ്പാട്. അന്വേഷണത്തെ നല്ല രീതിയിലാണ്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഇത് ബീന വക്കീലുണ്ട്, പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു, ശശി വക്കീലുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാദിഭാഗത്തിനുണ്ട് ജനീസ് വക്കീലും. വക്കീലൊക്കെ ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിലടക്കം ഇടപെട്ടതാണ്. 1-ാം ഘട്ടത്തിൽ അത് നമുക്ക് പ്രോസിക്യൂഷന് അല്ലെങ്കിൽ കുട്ടിയുടെ കുടുംബങ്ങൾക്ക് നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു തീരുമാനം വന്നത്. പക്ഷേ അവസാന ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ടീം അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്നലെ സൂചിപ്പിച്ചത് മാതിരി ACP രത്നകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി. അദ്ദേഹത്തിന്റെ ടീമിലുള്ള രമേശൻ SI ഇവിടെയുണ്ട്. ഇദ്ദേഹമാണ് ആ ടീമിലുള്ള ഒരു SI ആണ്. അദ്ദേഹം വന്നിരുന്നു. ACP രാവിലെ വന്നിരുന്നു. നല്ല അന്വേഷണമായിട്ടാണ് പ്രോസിക്യൂഷൻ കാണുന്നത്. ഏതായാലും ചവറ്റുകൊട്ടയിലേക്ക് എറിയണമെന്ന് ചിലർ ആഗ്രഹിച്ച കേസ് അത് നീതിദേവത കണ്ണു തുറന്നു, കുട്ടിക്ക് നല്ല നീതി കിട്ടി. ഏതായാലും നമുക്ക് സന്തോഷിക്കാൻ വകയുള്ള ഒരു വിധി തന്നെയായിട്ട് കണക്കാക്കുന്നു. അതെ, 2 വകുപ്പുകളാണ്. 2 വകുപ്പുകൾ. അതായത് 12 വർഷത്തിൽ താഴെയുള്ള ഒരു കുട്ടിയെ ലൈംഗിക വെച്ച് നടത്തുക അല്ലെങ്കിൽ ശക്തമായ ആ രീതിയിലൊരു ഒഫൻസ്. മറ്റൊന്നൊരു സ്കൂളിലുള്ള അധ്യാപകൻ ചെയ്തത്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് വരുന്നത്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അധ്യാപകൻ തന്നെ കുട്ടിയെ വിക്ടിമായിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടാണ് മറ്റൊരു വകുപ്പ് ചേർന്നിട്ടുള്ളത്. ഏതായാലും അതിൽ മിനിമം 20 വർഷം എന്നാണ് വകുപ്പ് പറയുന്നത്. അത് ഇന്ത്യൻ ശിക്ഷാവിധി നിയമം 12 വയസ്സ് താഴെയുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വകുപ്പ് വെച്ചിട്ടാണ് അയാൾക്ക് ജീവപര്യന്തം തടവ് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും 20 വർഷം വീതമുള്ള 2 വകുപ്പുകളുടെ ശിക്ഷ അനുഭവിച്ചിട്ട് ശേഷം മാത്രമാണ് IPC പ്രകാരമുള്ള ജീവിതാവസാനം എന്നുള്ള ജീവിത പര്യന്തം എന്നുള്ള ശിക്ഷ അനുഭവിക്കേണ്ടത്.